ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രൂപ ഹോസ്പിറ്റലിലാണ്. പ്രഷറിൽ വേരിയേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ICUലാണ്. കൂടെ നമ്മുടെ ചന്ദ്രസേനം ഹോസ്പിറ്റലിലുണ്ട്. അപ്പോ കിരൺ ആണെങ്കിലും കല്യാണി ആണെങ്കിലും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയി കണ്ടതിന് ശേഷം തിരികെ വരികയാണ്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാണ്, നീ തനിയെ ഇനി വീട്ടിൽ നിൽക്കണ്ട. അതായത് ലക്ഷ്മി അമ്മയും കാർത്തികൊക്കെ അവരുടെ വീട്ടിലേക്ക് തിരികെ പോയല്ലോ. പിന്നെ കാദംബരി ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ വീട്ടിൽ നിൽക്കണ്ട, നീ എന്തായാലും അമ്മയുടെ വീട്ടില് അവിടെ നിന്നാ മതി, അവിടെ ശാരി ആന്റി ഉണ്ടല്ലോ. അപ്പൊ നിനക്ക് അവിടെ നിന്നിട്ടും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് വരാനായിട്ട് നിനക്ക് സൗകര്യവുമാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അതുപോലെ തന്നെ അനുസരിച്ച് അവർ രണ്ടുപേരും ഈ ശാരിയുടെ വീട്ടിലേക്ക്, അതായത് രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശാരിയും അവിടെ നമ്മുടെ സരയും ഉണ്ട്. അപ്പൊ അവരാണെങ്കിൽ സരയു തന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇവര് വരുന്നതിന് മുമ്പ് അവളെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊല്ലും, അവനെ എനിക്ക് സ്വന്തമാക്കുക തന്നെ വേണം, അതിനെന്റെ കൂടെ നിങ്ങൾ സഹായിക്കണം എന്ന് പറയുമ്പോൾ മോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷെ ആദ്യം നമ്മുടെ ശാരി പറഞ്ഞു നോക്കുന്നുണ്ട്, വേണ്ട മോളെ, അവളെ വെറുതെ വിട്ടേക്ക്, അവളെ ഉപദ്രവിക്കും തോറും നമുക്ക് ഒരു തിരിച്ചടികളല്ലേ ഉണ്ടാകുന്നത്. ഇപ്പൊ നിന്റെ അച്ഛന്റെ കാര്യം കണ്ടില്ലേ, ഇപ്പൊ വിക്രമാണെങ്കിലും അങ്ങനെ തന്നെ, വിക്രത്തിന് നീ തോക്ക് കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഇപ്പൊ വിക്രത്തിന്റെ അവസ്ഥ എന്തായി, അതുകൊണ്ട് വേണ്ട മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സരയു ഒരു പൊട്ടിക്ക് അനുസരിക്കുന്നില്ല. സരയു പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് ഒരു സ്വന്തം മകളെ, നഷ്ടപ്പെട്ട നിങ്ങളെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ ശാരി പറയുന്നത്, ശരി മോളെ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്താണ് ഈ പറയുന്ന കിരണും കല്യാണിയും കയറി വരുന്നത്. അപ്പൊ ശാരി പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ മോളെ തന്നെ പറ്റി പറയായിരുന്നു, മോളുടെ ഭാഗ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ, മോളെ ഉപദ്രവിച്ചവർക്കൊക്കെ ഇപ്പോൾ ഉണ്ടായ അവസ്ഥകളൊക്കെ കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ വെറുപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കും ഇങ്ങനെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടായത് എന്ന് പറയാണ്. അതൊന്നും ഇപ്പൊ പറയണ്ട ആന്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ കിരൺ പറയാണ്, കല്യാണി എന്തായാലും ഇവിടെ നിൽക്കാണ് 2-3 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ സരുവിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണ്, ഉള്ളിൽ അടക്കി പിടിച്ചു അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സരു പറയുകയാണ്, അമ്മയെ കല്യാണി ഇവിടെ നിൽക്കുകയാണെങ്കിൽ കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കണം, കല്യാണിക്ക് യാതൊരു തരത്തിലുള്ള വിഷമം ഉണ്ടായത്, അവൾക്ക് അസുഖമൊക്കെ ഉള്ളതാണെന്ന് അമ്മയ്ക്ക് അറിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശാരിയും പറയണം, അത് ശരിയാണ് മോളെ, ഞാൻ ചെയ്തു കൊടുത്തോളാം, പിന്നെ മോളെ അടുക്കളയിലൊന്നും ഞാൻ കയറ്റില്ല കേട്ടോ, അതൊന്നും നിർബന്ധിക്കേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ സരയു എന്നാ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സരയു ആദ്യം അവിടെ നിന്ന് ഇറങ്ങണം. അതിന് പുറകെയായിട്ട് നമ്മുടെ ഇവനും കിരണം പോകുന്നുണ്ട്. കിരണം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവര് ശാരിയാണെങ്കിൽ ഇത്തിരി സ്നേഹമൊക്കെ നമ്മുടെ കല്യാണിയോടുണ്ട്. അങ്ങനെ സംസാരിച്ചങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സരയു പുറത്തേക്ക് പോയിട്ട് സരയു വേഗം തന്നെ ഒരു ഗുണ്ടയെയാണ് കാണാൻ പോകുന്നത്. ഒരു കമ്പനിയിലോട്ടൊന്നും അല്ല പോകുന്നത്, നേരെ പോകുന്ന ഒരു ഗുണ്ടയെ കാണാനാണ്. അങ്ങനെ കാണാൻ പോയതിന് ശേഷം അവിടെ എത്തിയിട്ട് ആ ഗുണ്ടയോട് പറയുന്നുണ്ട്, നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, ഇങ്ങനെ ഒരു സ്ഥലത്ത് കല്യാണിയുണ്ട്, എനിക്ക് കൊല്ലേണ്ട ആൾ ആ വീട്ടിലുണ്ട്, നിനക്ക് അവിടെ എൻ്റെ അമ്മയുണ്ട് നിനക്ക് സഹായത്തിനായിട്ട്, നിനക്ക് പിൻവാതിൽ തുറന്നു തരും, നീ അകത്ത് കയറി അവളെ തീർക്കുക മാത്രം ചെയ്താൽ മതി ഉറങ്ങുന്ന സമയത്ത്, ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഗുണ്ടയ്ക്ക് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഗുണ്ടയെ തയ്യാറാക്കുകയാണ്. അങ്ങനെ അതിനുശേഷം സരയു അവിടെ നിന്നും പോരുകയും അതുപോലെ തന്നെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ, മോളെ കല്യാണി ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല, കുറച്ചു നേരത്തെ കാര്യമല്ലേ, എനിക്ക് ഫോണിലൂടെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അമ്മയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയുമ്പോൾ കല്യാണി പണിയൊക്കെ കഴിച്ചു വെച്ചിട്ട് ശാരി കല്യാണിയോട് പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം മോളെ, മോൾക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, ഞാൻ പോയിട്ട് വരാൻ മതി, അമ്മിനി ഇവിടെ ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ആന്റി പോയിട്ട് വായോ എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട്. എന്തായാലും ശാരി അങ്ങനെ പോവുകയാണ് സ്വന്തം മകള് വിളിച്ച സ്ഥലത്തേക്ക്. അങ്ങനെ മകളും അമ്മയും കൂടി കാണുമ്പോൾ സമയത്ത് മകള് പറയാണ്, അതെ, ഇങ്ങനെ ഒരു അവസരം നമുക്കിനി വീണ് കിട്ടാനില്ല, എന്തായാലും അവളെ ഇപ്പൊ അവിടെ അങ്കിളും ഇല്ല, ആന്റിയും ഇല്ല, പിന്നെ അവനും ഇല്ല, കിരണും ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ മുതലാക്കണം, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് രാത്രി അവിടേക്ക് അവളെ കൊല്ലാൻ ഒരാളെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അയാൾ അവിടേക്ക് വരും, അമ്മ അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ മോള് അത് വേണോ എന്ന് ചോദിക്കുകയാണ് ശാരി. വേണം, നിങ്ങൾ ആ പിന്നാമ്പുറത്തെ വാതിലൊന്ന് തുറന്നു കൊടുത്ത് സഹകരിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട എന്ന് പറയാണ്. ശരി മോളെ, മോള് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്.
അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശാരിക്ക് വളരെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കല്യാണിയെ കൊല്ലാൻ പോകുന്നത്, താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ കല്യാണിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് അവള് ബെഡിൽ കിടന്നുറങ്ങാൻ പോവുകയാണ്. അങ്ങനെ അവള് കിടന്നുറങ്ങാണ്. ആ സമയത്ത് കുറെ പാതിരായതിനു ശേഷമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും പിന്നാമ്പുറത്തെ വാതിൽ ശാരി തുറന്നു കൊടുക്കുന്നതും. അങ്ങനെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് അയാൾ നേരെ പോകുന്നത് കല്യാണിയുടെ മുറിയിലേക്ക് തന്നെയാണ്. പക്ഷെ കല്യാണി അങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട്. അതേ സമയത്ത് അവിടെ പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അങ്ങനെ ആ ഇരുട്ടത്ത് നമ്മുടെ ശാരിക്ക് തന്നെയാണ് അപകടം സംഭവിക്കുന്നത്. ശാരിയാണ് അവിടെ അയാൾ വന്നിട്ട് നേരെ ശാരിയെ കുത്തുന്നതാണോ അല്ലെങ്കിൽ ശാരിക്ക് മറ്റെന്തെങ്കിലും അപകടം പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. കല്യാണി എഴുന്നേറ്റ് ഓടി വന്നിട്ട് നോക്കുന്ന സമയത്ത് ശാരി അപകടം പറ്റി കിടക്കുകയാണ്. അങ്ങനെ സരയുവിനെയൊക്കെ കിരണൊക്കെ വേഗം തന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അവരൊക്കെ ഓടി വരികയാണ്. സരയു കാരണം സത്യത്തിൽ ഇപ്പോൾ ശാരിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്. അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് സരയിനും വലിയ സങ്കടമാവുന്നുണ്ട്. ശാരിയുടെയും അവസ്ഥ വളരെ ഗുരുതരമാവുകയാണ്. അവൾക്കും ഈ പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴും നമ്മുടെ ഇപ്പൊ സരയു കാരണം സ്വന്തം അച്ഛന്റെയും വിക്രത്തിന്റെയും ഈ പറയുന്ന ഇപ്പൊ ശാരിയുടെയും ജീവനാണ് പോയിട്ടുള്ളത്. ഇനി വേറെ ആരെയും അവൾക്കിനെ ആശ്രയിക്കാനില്ല. ഇനിയിപ്പോ താര എന്തായാലും അതിനൊന്നും മുതിരില്ല. ഇനി സ്വന്തമായിട്ട് എന്തായാലും സ്വയം മുൻകൈ എടുത്ത് ഇത് ചെയ്യണമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കല്യാണിയോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവളുടെ കൂടെ നടന്നിട്ട് അവൾ അപകടപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വലിയൊരു സത്യം അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ കിരൺ ഈ സരയുവിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി തന്നെയാണ് കേട്ടോ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാല് ഈ വിക്രത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അതിന്റെ പുറകെ എന്തായാലും അന്വേഷണം ഉണ്ടാകും. പക്ഷേ സരയുവിനോട് പറയുന്നത് തോക്കിന്റെ കാര്യം പറയുമ്പോൾ സരയുവിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കിരണ്. അതുപോലെ തന്നെ ഈ പോലീസ് അന്വേഷിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പോലീസിന് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പ്രതി ജയിലിലും ആയി, പിന്നെ അവ മരണപ്പെട്ടു, പിന്നെ ഇപ്പൊ എന്തിനാ പോലീസ് അതിന്റെ ആവശ്യം എന്ന് പറയുന്ന സമയത്ത് സരയുവിന്റെ മുഖത്ത് കാണുന്ന സന്തോഷവും ഈ കിരൺ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അപ്പം തന്നെ കിരണ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവളുടെ നാടകം പൊളിച്ചടക്കാൻ തന്നെ അങ്ങനെ ഒരുങ്ങിക്കെട്ടി തന്നെയാണ് കിരൺ നടക്കുന്നത്. അപ്പൊ അതിനുശേഷം എന്തായാലും CI മാർട്ടിൻ എവിടെ നിന്നാണ് അവന്റെ കയ്യിൽ തോക്ക് കിട്ടിയത്, ഇത് ആരുടെ തോക്കാണെന്ന് എന്തായാലും അന്വേഷിക്കാതിരിക്കില്ല. അത്രയും സത്യസന്ധനായ ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അതിന്റെ പുറകില് ഇത് സരയുവിന്റെ തോക്കാണെന്നുള്ള കാര്യം നമ്മുടെ കിരൺ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സരയുവിന്റെ മനസ്സിലുള്ള വിഷവും അവൻ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷമാണ് കല്യാണിയെ ആ വീട്ടിൽ കൊണ്ടു നിർത്തുന്നതും കല്യാണിയെ അതായത് ഒരു ഇരയെ ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഇങ്ങനെ വലിയ ഇരയെ പിടിക്കാന്ന് പറയില്ല, അതുപോലെ ഒരു കാര്യമാണ് കിരൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ തന്നെ വെച്ചിട്ടാണ് അവളെ പൂട്ടാനൊക്കെ നോക്കുന്നത്. എന്തായാലും കിരൺ സരയുവിനെ നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കുകയും അവളുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളും പുറത്തു കൊണ്ടുവരികയും എല്ലാവർക്കും മുന്നിൽ അവളെ മുഖം മൂടി അഴിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.